നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെ. ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. കിരീടം റിലീസ് ആവുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമയാണല്ലോ. പക്ഷേ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ കൂടുതലായിട്ട് സേതുമാധവൻ്റെ ഇമോഷൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ CP സാറും ലോഹി സാറും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ ഡെപ്ത്ത് ശരിക്കും നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അതിൽ സോങ് ആണെങ്കിലും മൊത്തത്തിലിപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം റീവർക്ക് ചെയ്താണല്ലോ വന്നത്. പിന്നെ അന്നത്തെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ കൂടി തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഹ്യൂമറൊക്കെ ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ല. എങ്ങനെയാണ് കാലത്തിനതീതമായിട്ട് സിനിമ സഞ്ചരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കിരീടം. തിയേറ്ററിലേക്ക് വന്നപ്പോൾ ആ പഴമ നഷ്ടപ്പെടാത്ത പുതുമ എന്ന് വേണം പറയാൻ. കാരണം അത്രയും മികച്ചൊരു തിരക്കഥ. ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ലോഹിതദാസ് എന്ന് പറയുന്ന ആ ലെജൻഡിൻ്റെ തിരക്കഥ തന്നെയാണ്. പിന്നെ നമ്മുടെ CP മലയിൽ സാറിൻ്റെ ഡയറക്ഷൻ, പിന്നെ നമ്മുടെ ലാലേട്ടനും എല്ലാവരും ഓരോ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ഇല്ല. തിലകൻ ചേട്ടനായാലും കവിയപ്പൻ ചേച്ചി ആയാലും എല്ലാവരും, മുരളിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് നീണ്ട നേരം തന്നെ ആ ഒരു അവരുടെയൊക്കെ ഒരു അഭിനയം നമുക്ക് വീണ്ടും കാണാൻ പറ്റിയെന്ന് തന്നെയാണ് ഏറ്റവും നല്ല. തീർച്ചയായിട്ടും കണ്ണ് നിറയാതെ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അത്രയും മികച്ചൊരു തിരക്കഥ, നല്ലൊരു 4K സൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വളരെ നന്നായിരിക്കുന്നു. അടിപൊളിയായിരുന്നു, വളരെ മനോഹരമായിരുന്നു. സേതുമാധവൻ്റെ ഇമോഷൻസും എൻ്റെ ഓരോ ഫീലുകളും ഭയങ്കര ഡെപ്തിൽ കിട്ടി. നല്ല കളറും എല്ലാം, കളറും സൗണ്ടും ഒക്കെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫീലിങ്സും ഇമോഷൻസൊക്കെ ഭയങ്കര ഡെപ്തിലാണ്. വീണ്ടും കാണുമ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ നിരന്തരം ചാനലിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് കാണുമ്പോഴും ഓരോ മൊമെൻറ്റും വീണ്ടും നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാത്ത വിധം കണ്ടിരിക്കാനും ഓരോ വേദനയും ഓരോ ഇമോഷൻസും ഓരോ ഫീലിങ്സും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സേതുമാധവൻ്റെ ആ ജീവിതം എങ്ങനെയാണ് ടേണിങ് ആവുന്നതെന്നും അതെങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ള വ്യക്തമായി മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരു വിധിയുടെ വിളയാട്ടം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണുനീരോടല്ലാതെ ഈ സിനിമ കണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. വളരെ മനോഹരം. താങ്ക് യു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പടത്തിന്. ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് വന്ന പടമല്ലേ, എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കരയിച്ചു, നല്ല രീതിയിൽ കരയിച്ചു. സ്റ്റാർട്ടിങ് നല്ല രീതിയിലുള്ള തമാശകളും അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം നല്ല രീതിയിൽ കരയും ഫീലിങ്സും ഉണ്ടായിരുന്നു. ഇമോഷണലി നന്നായിട്ട് കണക്ട് ആയി. ഇത്ര വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും നല്ലതായിരുന്നു. കോമഡി എല്ലാവരും പഴയ ആക്ടേഴ്സിൻ്റെയൊക്കെ മിസ് ചെയ്യുന്നു നല്ല രീതിയിൽ. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തിലകൻ ചേട്ടനെയും ജയചേട്ടനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പല സീനുകളും നമ്മൾ ഇന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മേക്കിംഗ് ക്വാളിറ്റി ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ